നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ഏലംകുളം, മാട്ടായ, പട്ടാമ്പി, കുലുക്കല്ലൂർ എന്നീ പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമായ മാട്ടായ പറയൻതുരുത്ത് പാലം യാഥാർത്ഥ്യമാക്കാനുള്ള വഴി തെളിയുന്നു. നജീബ് കാന്തപുരം എംഎൽഎയുടെയും മുഹമ്മദ് മൂസിൻ എംഎൽഎയുടെയും സാന്നിധ്യത്തിൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രത്യേക യോഗം ചേർന്നു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ മാട്ടായെയും പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ പടിഞ്ഞാറെ മപ്പാട്ടുകരയെയും ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട പാലം യാഥാർത്ഥ്യമാവുന്നതിനുള്ള വഴി തെളിയുകയാണ്. പാലം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം നിശ്ചയിക്കുന്നതിന് നിലനിന്നിരുന്ന അനിശ്ചിതത്വത്തിന് അറുതിയായതോടെയാണ് ദീർഘകാലത്തെ നാട്ടുകാരുടെ പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. നജീബ് കാന്തപുരം എംഎൽഎയുടെയും മുഹമ്മദ് മൂസിൻ എംഎൽഎയുടെയും സാന്നിധ്യത്തിൽ കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും സംയുക്ത യോഗത്തിലാണ് പാലം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായത്. ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ മാട്ടായ, കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറെ മപ്പാട്ടുകര എന്നീ സ്ഥലങ്ങളാണ് പാലം നിർമ്മിക്കുന്നതിനായി തെരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും ഇത് വരികയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളാണ് ഈ രണ്ട് പ്രദേശത്തെയും ബന്ധിപ്പിക്കുന്നത്. ഈ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് മാത്രമല്ല, രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു റെയിൽവേ അണ്ടർപാസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ആവശ്യം കൂടിയാണ്. റെയിൽവേക്ക് ഓൾറെഡി സെൻറ്റേജ് ചാർജ് അടച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പദ്ധതി കൂടി ഇതിൻ്റെ ഭാഗമായി ആരംഭിക്കുകയാണെങ്കിൽ മപ്പാട്ടുകരയിലെ രണ്ട് പ്രദേശം റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന രണ്ട് പ്രദേശത്തെയും ബന്ധിപ്പിക്കാനും കൂടി കഴിയും. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ അതുകൂടി തീരുമാനിച്ചിരുന്നു. നെല്ലായ, മാരായമംഗലം എന്നീ പ്രദേശങ്ങളെ മുളയങ്കാവുമായി ബന്ധിപ്പിക്കുന്നതിന് മപ്പാട്ടുകര കമാനത്തുള്ള റെയിൽവേ അണ്ടർപാസ് വീതി കൂട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും യോഗത്തിൽ തീരുമാനമായി. നിലവിൽ ഈ അണ്ടർപാസ് വഴി 4 ചക്ര വാഹനങ്ങൾക്ക് കടന്നുപോകാനാവില്ല. ഇത് വീതി കൂട്ടി പ്രദേശത്ത് കൂടുതൽ ഗതാഗത സൗകര്യം ഒരുക്കണമെന്ന യോഗത്തിൽ നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഇക്കാര്യം കൂടി ഏറ്റെടുക്കാൻ യോഗത്തിൽ തീരുമാനമായത്. മാട്ടായ പറയൻതുരുത്ത് പാലം നിർമ്മാണത്തിന് 2020-21, 2021-22, 2022-23 വർഷങ്ങളിലെ സംസ്ഥാന ബജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ വകയിരുത്തിയിരുന്നു. പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി 2021 ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികൾക്കായി 9.6 ലക്ഷം രൂപയുടെ ഭരണാനുമതിയും ലഭിച്ചിരുന്നു. സ്ഥലം നിർണയിച്ചു നൽകുന്നതിൽ അഭിപ്രായ വ്യത്യാസം നിലനിന്നതിനാൽ ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ സ്തംഭിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ പരിഹാരമായത്. ഭരണാനുമതി ലഭിച്ച ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് തുടർ പ്രവർത്തനങ്ങൾ ഇതോടെ തുടരാനാകും. ടെൻഡർ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച 2 മാസത്തിനകം ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പൊതുമരാമത്ത് വകുപ്പ് ഡിസൈൻ വിഭാഗത്തിന് ലഭിച്ചാൽ 2 മാസത്തിനകം ഡിസൈൻ തയ്യാറാക്കാനാകും. യോഗത്തിൽ എംഎൽഎമാരായ നജീബ് കാന്തപുരം, മുഹമ്മദ് മൂസിൻ, ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ, കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.